നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് സൈലൻസ് കീപ്പ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുന്നതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഫൈറ്റ് ആകും എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം മിണ്ടാതിരിക്കാം. മിണ്ടാതിരുന്ന് കഴിയുമ്പോഴത്തേനും ഇവരിതെല്ലാം വിട്ടിട്ട് തിരിച്ചു വരുമല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അപ്പം ഓപ്പോസിറ്റ് നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ ഹേർട്ടായിട്ട് അത്രയും വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒന്നും പറയാതെ സൈലൻസ് ആയി കീപ്പ് ചെയ്യുന്ന സമയത്ത് അത് അയാളെ എത്രത്തോളം ഹേർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ഇതൊന്നും മറന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നതല്ല. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അയാൾ എല്ലാം ഓക്കെ പോട്ടെ, ഇത് ഓക്കെ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. ഓരോ അൺറിസോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ പൈലപ്പ് ചെയ്തിട്ട് അതൊരു ബിഗ് ഇഷ്യൂ ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. ഇത് സ്ലോലി ഈ അൺറിസോൾവ് ആയിട്ടുള്ള എല്ലാ ഫൈറ്റും പിന്നീട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ക്രാക്ക് ആയിരിക്കും വരുത്തുന്നത്. ആ സമയം നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ ഹേർട്ടായിട്ട് നിങ്ങളുടെ അടുത്തൊരു റീഅഷുറൻസിന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾ അയാളോട് സംസാരിക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഫൈറ്റ് നടക്കുമായിരിക്കും, പക്ഷേ എന്നാലും സംസാരിച്ചുള്ള നെക്സ്റ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു സ്ട്രോങ്ങർ റിലേഷൻഷിപ്പിലേക്കായിരിക്കും നയിക്കുന്നത്. ബിക്കോസ് എല്ലാ റിലേഷൻഷിപ്പിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, കമ്മ്യൂണിക്കേഷൻ ആണ്.